ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഫുൾ ഡേ റൂട്ടീനായിട്ടാണ്. പിന്നെ ഇതിലൊരുപാട് വിശേഷങ്ങളും അതുപോലെ തന്നെ ബീഫ് മന്തി റെസിപ്പിയും ബീഫ് ചിക്കൻ റോളും അതുപോലെ തന്നെ നിങ്ങളെൻ്റെ വർക്ക് ഏരിയൻ്റെ പണി എന്തായി എന്നെല്ലാം ചോദിച്ചിട്ടില്ലേ, അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിൽ ആരും മുഴുവനായിട്ട് എന്നെ കണ്ടോക്കുക. വീഡിയോയിലേക്ക് മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാം. അപ്പോൾ ഇതാ ഞാനില്ലേ രാവിലെ തന്നെ കുട്ടികൾക്ക് ടിഫിനിലേക്ക് മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതെല്ലാം ഞാൻ തലേദിവസം തന്നെ റെഡിയാക്കി വെച്ചതാണ്. ഒരു ഉള്ളി, 1.5 ക്യാപ്സിക്കം, ഒരു ബൾബ് വെളുത്തുള്ളി, 2 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി, 2 തക്കാളി, 2 ഡ്രൈ ലെമൺ, മല്ലിയില, പുതിനയില, കൈപ്പിട നിറയെ. ഇനിയിപ്പോൾ ഇത് മന്തി മസാലയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇർഫാന ഷംഷീർ മന്തി മസാല റെസിപ്പി, ഇല്ലാന്നുണ്ടെങ്കിൽ മന്തി റെസിപ്പി എന്നെല്ലാം ടൈപ്പ് ചെയ്തതിനാൽ മന്തി മസാല ഉണ്ടാക്കുന്നത് കാണും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം ലിങ്ക്. പിന്നെ ചിക്കൻ സ്റ്റോക്കും കൂടിയാണ് കേട്ടോ ആ പൊടി കാണുന്നത്. ചിക്കൻ്റെ സ്റ്റോക്ക് സാധാ ചിക്കൻ സ്റ്റോക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഇട്ട് കൊടുത്തോ. ഞാനിപ്പം പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ചിക്കൻ സ്റ്റോക്കാണെങ്കിൽ 2 എണ്ണം ഇട്ട് കൊടുത്തോ കേട്ടോ. ഞാനിപ്പം 1 കിലോ ബീഫിലാണ് ചെയ്തെടുക്കുന്നത്. 1 കിലോയിലും കുറച്ച് കൂടുതലുണ്ടാവും ഇത്. ഇനിയിപ്പോൾ ഇതാ മന്തി മസാലേൻ്റെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു മന്തി മസാലയാണ് കേട്ടോ ഇത്. അതിൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്തോ. ഇനിയിപ്പോൾ ഇതാ ബാക്കിയുള്ള ഐറ്റംസിലെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കലാണ്. ബീഫിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച് ബീഫിലേക്ക് കുറച്ച് വലിയ പീസാക്കിയിട്ട് വേണം കേട്ടോ ബീഫ് എടുക്കണ്ടേ. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുക്കലാണ്. പിന്നെ കാര്യമായിട്ടൊന്നുമില്ല, മന്തി മസാല പെട്ടെന്ന് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തത്, 1 ടീസ്പൂണും കുറവ് ചെറിയ ജീരകം, ഫെനൽ സീഡ്, ക്യുമിൻ സീഡ് പൊടിച്ചതില്ലേ അത്, പിന്നെ 1 ടീസ്പൂണിലും കുറവ് ഫെനൽ സീഡ് പൊടിച്ചത്, വലിയ ജീരകം, പെരുംജീരകം എന്ന് പറയും. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഇതെല്ലാം ഒരു പാനിലിട്ടിട്ട് നല്ലോണം അതിൻ്റെ നല്ലൊരു സ്മെല്ല് വരുന്നത് വരെ ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ മന്തി മസാല റെഡിയാവും കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത്ര ഐറ്റംസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്കില്ലേ കുറച്ച് ഓയിലും കൂടി, 1-2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. കാര്യം ബീഫിൽ അത്യാവശ്യം ബീഫിൽ തന്നെ ഓയിൽ ഇറങ്ങും, അതുകൊണ്ട് തന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ മതി. എന്നിട്ട് ഇതെല്ലാം കൈവച്ചിട്ട് മിക്സ് ആക്കി എടുക്കുക. ഇനിയിപ്പോൾ ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കലാണ്. ഇതൊരു 8 വിസിൽ, 7-8 വിസിൽ. കാര്യം ബീഫ് നല്ലോണം വേവണം. പിന്നില്ലേ അധികം മന്തി ഉണ്ടാക്കുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കലില്ല. ഇത്ര ഐറ്റംസ് എന്തിനാണെന്ന് വിചാരിക്കുന്നുണ്ടാവും. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കാരണം ഓരോരോ ഇൻഗ്രീഡിയൻസ് കൂടുന്നതിനനുസരിച്ച് ടേസ്റ്റിലും വ്യത്യാസം വരും. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാണ്ട് ഇതുവരെ മന്തി ഉണ്ടാക്കാത്തവർ അങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ മന്തിൻ്റെ ഒരുപാട് റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്, ബീഫ്, ചിക്കന്, മട്ടന്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇർഫാന ഷംഷീർ മന്തി റെസിപ്പി എന്ന് ടൈപ്പ് ചെയ്താൽ മതി. പിന്നെ ഇപ്പം ഹജ്ജ് പെരുന്നാളെല്ലാം കഴിഞ്ഞിട്ട് കുറേ ബീഫെല്ലാം. അപ്പം ഞാൻ വിചാരിച്ചു മന്തി ഉണ്ടാക്കാമെന്ന്. കാര്യം ബീഫ് മന്തി ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഇതുപോലത്തെ മന്തി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. എന്തായാലും നിങ്ങൾ ട്രൈ ആക്കി നോക്കുക. കാര്യം ഞാൻ ബീഫ് മന്തി റെഡിയാക്കുമ്പില്ലേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മല്ലിയില, പുതിനയില, ക്യാപ്സിക്കം, തക്കാളി, ഉള്ളി എല്ലാം ചേർത്ത് കൊടുക്കലുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ 1 കിലോ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇന്ത്യ ഗേറ്റിൻ്റെയാണ് കേട്ടോ എടുക്കൽ. അതിൽ ഒരു 5-10 മിനിറ്റ് വെള്ളത്തിൽ കഴുകിയിട്ട് സോക്ക് ചെയ്ത് വെക്കുക. ഇനിയിപ്പോൾ ബസ്മതി റൈസ് വേവിക്കാനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. കറാമ്പ്, പട്ട, ഏലക്ക, പിന്നെ 1 ഡ്രൈ ലെമണും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. മറ്റേ ബീഫിലിട്ട് ഡ്രൈ ലെമണില്ലേ അത് നല്ലോണം വെന്തിട്ട് ആ ഒരു ബീഫിൽ ഭയങ്കര ടേസ്റ്റി ആയിട്ട് മാറും. പക്ഷേ ഇതിൽ 1 ഡ്രൈ ലെമണും കൂടി ഇട്ട് കൊടുക്കണം. ഇനിയിപ്പോൾ കറാമ്പ്, പട്ട, ഏലക്ക എല്ലാം ഞാൻ ചേർത്ത് കൊടുക്കലാണ്. എന്നിട്ടില്ലേ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ആ ഒരു തക്കാളി ചട്നിയില്ലേ അത് റെഡിയാക്കാൻ വേണ്ടിക്ക് ഞാൻ അരമുറി ക്യാപ്സിക്കം, പിന്നെ 2 തക്കാളി, 2-3 തക്കാളി എടുക്കുക, കുറച്ച് മല്ലിയില എടുക്കുക, 1 പച്ചമുളക്, 1 ഉള്ളി എടുത്തിട്ടുണ്ട്. ഞാനിപ്പം ഗ്രീൻ കളറിലെ ഒരു ചട്നിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. റെഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം തക്കാളി ചേർത്ത് കൊടുത്താൽ കേട്ടോ. ഇപ്പോൾ ഇത് കുറച്ച് വിനെഗറും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് അരച്ചെടുക്കുക. ഞാനില്ലേ മന്തിയെല്ലാം റെഡിയാക്കുമ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ ബിരിയാണി റെഡിയാക്കുമ്പോൾ അതിൻ്റെ സൈഡായിട്ട് കൂട്ടാനുള്ളത് എന്താണോ അത് നേരം തന്നെ റെഡിയാക്കി എടുക്കാൻ ശ്രമിക്കലുണ്ട്. അപ്പോൾ അതും കൂടി റെഡിയാക്കി എടുക്കലാണ്. പിന്നെ ഞാൻ നിങ്ങളോട് തഹജൂദിൻ്റെ ഡീറ്റെയിൽസ് പറയാമെന്ന് പറഞ്ഞിട്ടില്ലേ, തഹജൂദ് നമസ്കാരത്തിൻ്റെ ഇൻഷാ അല്ലാ അടുത്ത വ്ളോഗിൽ പറയാം. ഇന്ന് ഏതായാലും ഞാൻ കുറേ ആയില്ലേ വർക്ക് ഏരിയൻ്റെ ഡീറ്റെയിൽസ് പറയാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അതിന് തഹജൂദിൻ്റെ ഡീറ്റെയിൽസ് പറയണം, തഹജൂദ് നമസ്കാരത്തിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറയണമെന്നല്ല. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വ്ളോഗിൽ പറയാം. ഇനിയിപ്പോൾ ഞാനില്ലേ വെള്ളം തിളച്ച് വന്നേരം റൈസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കഴുകിയിട്ട് സോക്ക് ചെയ്ത് ഊറ്റി വെച്ച റൈസാണ് കേട്ടോ.
ഇതൊരു 85% വെന്ത മതി, കൂടുതൽ വേവണ്ട. നമ്മൾ ദം ചെയ്യുമ്പം ഒന്നുകൂടി വെന്തോളും കേട്ടോ. അപ്പോൾ ഇതാ റൈസ് എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഫുള്ളായിട്ട് വേവണ്ട, ഫുള്ളായിട്ട് വെന്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് തന്നെ ഒരു 85-90% വെന്ത മതി. നിങ്ങൾക്കിങ്ങനെ ഒരു അരി നോക്കിയിട്ട് എന്താ പറയുക പൊട്ടിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. കുറച്ച് ഹാർഡ് വേണം, എന്നാലും നല്ല ഹാർഡ് വേണ്ട അങ്ങനെ. അപ്പോൾ ഇതാ നമ്മുടെ ചട്നിയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഊറ്റിയെടുക്കലാണ്. ഇത് ഡയറക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റൈസിലേക്ക് ഇങ്ങനെ കോരി എന്താ പറയുക മസാലയിലേക്ക് കോരി ഇട്ട് കൊടുക്കാം. ഇതിപ്പം ഞാൻ കുറച്ച് നേരത്തെയാണ് റൈസ് ഉണ്ടാക്കിയത്. ബീഫ് എന്താ പറയുക ഫ്രൈ ചെയ്യാനും കൂടി ഉണ്ട് അത്ര കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇതിലെ വെള്ളമെല്ലാം മൊത്തത്തിൽ ഊറ്റിയെടുക്കലാണ്. പിന്നെ കഴിഞ്ഞ എൻ്റെ ഈദ് വ്ളോഗിന് നിങ്ങൾ തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഒരുപാട് നല്ല നല്ല കമൻറ്റ്സ് കണ്ടിട്ടുണ്ടായിന്. സൽവാർ എവിടുന്നാണ് വാങ്ങിയെന്ന് ചോദിച്ചിട്ടുണ്ടായിന്. നമ്മളെ നാട്ടിൽ കണ്ണൂർ വൈറ്റ് എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ ഷോപ്പിൽ നിന്നാണ് കേട്ടോ വാങ്ങിയ, ഗ്ലോബൽ വില്ലേജിൽ നിന്ന്. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ബീഫെല്ലാം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഒരു 7 വിസിൽ 8 വിസിൽ വരെ വേവിപ്പിച്ചെടുക്കുക. നിങ്ങളെ കുക്കറിനനുസരിച്ചിട്ട് കേട്ടോ, കുറച്ചധികം വേവ് വേണം. പിന്നെന്താ, ഞാൻ വിസിലെല്ലാം കളഞ്ഞിട്ടില്ലേ, അതിൽ ബീഫൊന്ന് ഫ്രൈ ആക്കി എടുക്കലാണ്. കുറച്ച് കുരുമുളക് 1.5 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് വേണം ഇത് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിക്ക്. ഞാൻ പല ടൈപ്പിലുള്ള ബീഫ് മന്തി റെസിപ്പി ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള മന്തി റെസിപ്പിയാണ് കേട്ടോ ഇത്. കുറേ മന്തി റെസിപ്പീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എന്നാലും ഇൻഗ്രീഡിയൻസിലും കുറേ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പം ഞാൻ അധികവും ഇൻഗ്രീഡിയൻസിൽ കുറച്ചെല്ലാം മാറ്റം വരുത്തലുണ്ട്, കുറച്ചുകൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിക്ക്. അപ്പം എന്തായാലും നിങ്ങളിത് ട്രൈ ആക്കി നോക്കണം. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും എല്ലാം ചേർത്തിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ്, എന്താ പറയുക, നമ്മൾ വായിലിട്ട് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റിയാണെന്ന് അറിയൂലേ, അങ്ങനത്തെ ഒരു ഐറ്റം വന്നിട്ടാ ഈ ഒരു മന്തി. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കണം. അപ്പോൾ ഇതാ ബീഫെല്ലാം ഞാൻ ഫ്രൈ ആക്കാൻ ഇട്ട് കൊടുത്തിട്ടില്ലേ, ബാക്കിയുള്ള ആ ഒരു ഗ്രേവിയിൽ ഒന്ന് വറ്റിച്ചെടുക്കലാണ്. കാര്യം ബീഫ് വേവുമ്പോൾ ബീഫിലുള്ള ആ ഒരു വെള്ളം മൊത്തത്തിൽ ഇറങ്ങും. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല. ഫ്രൈ ആക്കാനിട്ട ബീഫിലേക്കില്ലേ ഞാൻ 1.5 ടേബിൾ സ്പൂൺ തന്നെ കുരുമുളക് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 1/2 കപ്പ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ വേണം ബീഫ് ഫ്രൈ ആക്കി എടുക്കാൻ. കാര്യം ഈ ഒരു ഓയിലിൽ നമ്മൾ റൈസിലേക്ക് ചേർത്ത് കൊടുക്കും. ഓയിൽ കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടും നല്ല ഒരു ടെക്സ്ചറിലും കിട്ടാൻ വേണ്ടി, റൈസ് നല്ല ഒരു ടെക്സ്ചറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാര്യമായിട്ട് ഓയിലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ഇതാ എന്താ പറയുക മന്തി ദം ചെയ്തെടുക്കലാണ്. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നില്ലേ, ഭയങ്കര സ്പീഡായിട്ടാണ്. ഇന്നാണെങ്കിൽ എനിക്കൊരു സ്ഥലത്ത് പോകാനും ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ കുട്ടികളുടെ ടിഫിനിലേക്കുള്ള ഐറ്റംസ് റെഡിയാക്കി എടുത്തിട്ട് ഇക്കാൻ്റെ ഫ്രണ്ടിനും മന്തി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ അതും പാക്ക് ചെയ്ത് അപ്പറേച്ചിക്കും കുറച്ച് മന്തി കൊടുക്കാമെന്നെല്ലാം വിചാരിച്ചിട്ടാണ് കേട്ടോ കുറച്ചധികം തന്നെ ഉണ്ടാക്കുന്നത്. രാവിലെ എണീച്ച് കഴിഞ്ഞാലില്ലേ കുട്ടികൾക്ക് നല്ല ഫുഡ് തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ. അവർ കഴിക്കുന്ന ടൈപ്പിലുള്ള, പിന്നെ ബീഫെല്ലാം ഉണ്ടായതുകൊണ്ട് ഇപ്പം ബീഫ് കറി അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബിരിയാണി മന്തി അങ്ങനത്തെ ഐറ്റംസും തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ കുറച്ച് ഓയിലില്ലേ ആദ്യം കുറച്ച് മസാല ഇട്ട് കൊടുത്തു. നമ്മൾ മസാല വറ്റിക്കാൻ വെച്ചിട്ടില്ലേ, ആ മസാല ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് റൈസ് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിന് മുകളിലായിട്ട് കുറച്ച് ഓയിൽ, ബീഫ് ഫ്രൈ ആക്കി വെച്ച ഓയിൽ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് വീണ്ടും ഈ ഒരു ബീഫിൻ്റെ മസാലയില്ലേ ഒന്ന് വറ്റിച്ചെടുത്തത് അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ആ ഒരു റൈസും കൂടി ഇട്ട് കൊടുക്കുക. ഈ ഒരു മസാലക്ക് സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ. കാര്യം ഡ്രൈ ലെമൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ക്യാപ്സിക്കം, തക്കാളി, ഉള്ളി അധികം വേണ്ട, ഒരു ചെറിയ ഉള്ളി മാത്രം മതി. അതുപോലെ തന്നെ തക്കാളി 2 തക്കാളി, ക്യാപ്സിക്കം 1.5 ക്യാപ്സിക്കം മതിയാവും കേട്ടോ. പിന്നെ ഡ്രൈ ലെമൺ 2 തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ ചിക്കൻ സ്റ്റോക്ക് 2 ചേർത്ത് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. കാര്യം ചിക്കൻ സ്റ്റോക്കിൽ ഉപ്പുണ്ടാവും. മസാല റെഡിയാക്കുന്ന കാര്യമൊന്നും കേട്ടോ പറയുന്നത്. പിന്നെ ഓരോരോ ലെയറായിട്ട് റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മസാലയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ എൻ്റെ എല്ലാ മന്തി റെസിപ്പിയും കുറേ ആൾക്കാർ കണ്ടിട്ട് നല്ല സപ്പോർട്ട് ചെയ്ത റെസിപ്പീസാണ്. മന്തി മാത്രമല്ല എല്ലാ റെസിപ്പീസും തന്നെ മാഷാ അല്ലാഹ്. അപ്പോൾ ഈ ഒരു റെസിപ്പിയും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കുക. ബീഫിൻ്റെ തന്നെ ഒരുപാട് റെസിപ്പീസ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ മുകളിലായിട്ട് വീണ്ടും റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിന് മുകളിലായിട്ടാണ് നമ്മൾ ഫ്രൈ ആക്കി വെച്ച ബീഫില്ലേ അത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ മൊത്തത്തിൽ റൈസ് ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ വെച്ച് കൊടുക്കുക. ഈ ഒരു ടൈമിലില്ലേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചാർക്കോളില്ലേ അത് കത്തിച്ചിട്ട് പുകയിച്ചെടുക്കാം. ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. മൊത്തത്തിൽ ഭയങ്കര ഫ്ലേവറുള്ള ഒരു റൈസ് തന്നെയാണിത്.
അപ്പോൾ ചാർക്കോൾ കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഇല്ലേ ഇതിന് മുകളിൽ കുറച്ച് പച്ചമുളകും പിന്നെന്താ ഈ ഒരു ബീഫും. ഈ ബീഫ് ഭയങ്കര സോഫ്റ്റാണ്, അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. ഞാൻ ലാസ്റ്റ് എന്താ പറയുക സെർവ് ചെയ്യുമ്പം കാണിച്ചു തരാം ഇതിൻ്റെ സോഫ്റ്റും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഞാൻ വീണ്ടും പറയാതെ ഇതുപോലത്തെ ഒരുപാട് ബീഫ് മന്തി റെസിപ്പീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാലും റെസിപ്പീസ് മൊത്തത്തിൽ വ്യത്യാസമായിരിക്കും കേട്ടോ. നമ്മൾ ചേർത്ത ഇൻഗ്രീഡിയൻസും കാര്യങ്ങളെല്ലാം വ്യത്യാസമായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കാൻ പാടില്ല. എന്തായാലും ചെയ്ത് നോക്കണം. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ എന്താ പറയുക പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് ദം ചെയ്തെടുക്കാം കേട്ടോ. ഒരു 15-30 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ കുക്കാക്കി എടുക്കുമ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് മന്തി റെഡിയാവും. ഇതുപോലെ തന്നെ സെയിം നമുക്ക് മട്ടൻ മന്തിയും റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. മട്ടൻ മന്തി എന്താ പറയുക മട്ടൻ മന്തിയെല്ലാം ആകുമ്പം കുറച്ച് മട്ടനെല്ലാം ആകുമ്പോൾ കുറച്ച് വലിയ പീസാക്കിയിട്ടെല്ലാം കട്ടാക്കി എടുത്തു കഴിഞ്ഞാൽ സെർവ് ചെയ്യുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിക്ക്. അപ്പോൾ ഞാനിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 15-30 മിനിറ്റ് കുക്കാക്കി എടുക്കലാണ്. എന്നിട്ടില്ലേ പുറത്തേക്ക് വന്നിട്ടുണ്ട്. എനിക്ക് പുറത്ത് കുറേ പണിയുണ്ട് കേട്ടോ. ഇന്നാണെന്നുണ്ടെങ്കിൽ മഴയിലായതുകൊണ്ട് മുറ്റം മൊത്തത്തിൽ മോശമായിട്ടാണുള്ള അടിച്ചു വാരാനും എല്ലാം ഉണ്ട്. പക്ഷേ അടിച്ചു വാരുന്ന സമയം മഴയുണ്ടാവും, അതുകൊണ്ട് പിന്നെ ഇറങ്ങാൻ കഴിയുന്നില്ല. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇതുണ്ടില്ലേ നിങ്ങൾ സാധാരണ വൃത്തികേടായിട്ട് കാണില്ലല്ലോ മുറ്റം, മൊത്തം മോശമായിട്ടാണെന്നില്ല. അതിനിടയിൽ മന്തിയെല്ലാം കുക്കായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ടിത് സെർവ് ചെയ്യുന്നതും കൂടി കാണിക്കാം. ഞാൻ കുട്ടികൾക്ക് ടിഫിനിലേക്ക് ഒരുക്കിയ ഐറ്റം വന്നിട്ടാ. ഞാൻ പിന്നെ ടിഫിൻ ബോക്സ് ആ ഒരു രീതിയിലൊന്നും ചെയ്തിട്ടില്ല. കാര്യം രാവിലെ മന്തിയെല്ലാം ഉണ്ടാക്കുമ്പോൾ അറിയാമല്ലോ നല്ല തിരക്കായിരിക്കും. പിന്നെ മോനെ മാറ്റി കൊടുക്കലും പിന്നെ എല്ലാം ആകുമ്പോൾ എല്ലാം ഷൂട്ട് ചെയ്യുമ്പോൾ ഇല്ലേ ഭയങ്കര തിരക്കായിരിക്കും. ഇതാണെങ്കിൽ ഞാൻ വേഗം ഉണ്ടാക്കിയെടുത്തതാണ്. ഇന്നാണെങ്കിൽ എനിക്കൊരു സ്ഥലം വരെ പോകാനും ഉണ്ട്. അപ്പോൾ ഉമ്മ റെഡി ആകാനെല്ലാം പറഞ്ഞിട്ടുണ്ടായിന്. പിന്നെ കുട്ടികളെ കൂട്ടുന്നില്ല, കുട്ടികൾക്ക് ക്ലാസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു സമാധാനമല്ലേ. പിന്നെ രാത്രി വന്നിട്ട് ഒന്നും ഉണ്ടാക്കണ്ടല്ലോ എന്നെല്ലാം വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് വേഗം റെഡിയാക്കി എടുത്തത്. ഇനിയിപ്പോൾ ഇതിൽ ഞാൻ സെർവ് ചെയ്തിട്ടും കൂടി കാണിക്കാം. ഒരു പാർട്ടി അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ കുട്ടികൾക്ക് വെള്ളിയാഴ്ച എല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ അടിപൊളിയായിട്ടുള്ള ഒരു മന്തിയാണ്. ഭയങ്കര ഈ ഒരു മന്തിക്കില്ലേ റൈസിന് തന്നെ ഭയങ്കര ഫ്ലേവർ ആയിരിക്കും. അപ്പം ബീഫിൻ്റെ ഒന്നും ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. കുറച്ച് 1 കിലോ ബീഫിലെല്ലാം ഉണ്ടാക്കി എടുത്തതിനാലും ഇത്ര ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കി എടുത്തതിനാലും ഭയങ്കര ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ എന്നോട് കുറേ ആൾക്കാർ എൻ്റെ ടിഫിൻ ബോക്സ് റെസിപ്പിക്ക് നല്ല കമൻറ്റ്സ് വന്നിട്ടുണ്ടായിന്. അതിൻ്റെ കമൻറ്റ്സിന് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല. വീണ്ടും ഈസി റെസിപ്പീസ് എല്ലാം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. ഇൻഷാ അല്ലാഹ് ടിഫിൻ ബോക്സ് റെസിപ്പീസും കാര്യങ്ങളും എല്ലാം വീഡിയോ ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇപ്പം തന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു നോക്കാമെന്നെല്ലാം പറയലുണ്ട്. നിങ്ങളെ ലൈക്കും കമൻറ്റിനെല്ലാം കാണുമ്പോൾ വന്നിട്ട് വീണ്ടും വീഡിയോസ് ചെയ്യാൻ തോന്നാം. കുറേ ആൾക്കാർ പറയലുണ്ട് നേരത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുക അങ്ങനെ താമസിപ്പിക്കല്ല എന്നെല്ലാം. വോയിസ് ഓവറെല്ലാം കൊടുത്ത് എഡിറ്റിംഗ് എല്ലാം കഴിയുമ്പില്ലേ നല്ലോണം താമസിച്ചു പോകുന്നതാണ് കേട്ടോ. പിന്നെ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് എന്തായാലും ഇപ്പം തന്നെ മറക്കാണ്ട് ലൈക്കും കമൻറ്റും ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫാമിലീസിനും ഫ്രണ്ട്സിനെല്ലാം വീഡിയോ ഷെയർ ആക്കാം. അടിപൊളി റെസിപ്പിയാണ്. ഇതുണ്ടില്ലേ നല്ല സോഫ്റ്റായിട്ട് ഈ ഒരു ബീഫിൽ മാത്രമല്ല റൈസിലും ആ ഒരു മസാല മൊത്തത്തിൽ പിടിച്ച് വന്നിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലെങ്കിലും ലൈഫിൽ ട്രൈ ആക്കി നോക്കണം. നിങ്ങൾ ലൈഫിൽ കഴിച്ച ഏറ്റവും ബെസ്റ്റ് മന്തിയാണ് ഇത് നിങ്ങൾ പറയും കേട്ടോ. പിന്നെന്താ ഇതെൻ്റെ സ്വന്തം റെസിപ്പിയാണ്. ഞാൻ കുറേ മന്തി റെസിപ്പിയെല്ലാം കാണുമ്പം ഞാൻ എൻ്റേതായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തലുണ്ട്. അപ്പം അങ്ങനെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടാക്കിയ മന്തിയാണ്. നിങ്ങളെന്തായാലും ട്രൈ ആക്കി നോക്കണം. അങ്ങനെ ഇനിയിപ്പിതാ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. മുറ്റത്ത് കുറേ പണികളുള്ള ദിവസമാണ്. ഞാൻ എന്തായാലും വിചാരിച്ചു വീഡിയോ എടുക്കാമെന്ന്. ഇപ്രാവശ്യം ആണെന്നുണ്ടെങ്കിലും മാങ്ങ പറിച്ചിട്ടില്ല കേട്ടോ. നമ്മളെ വീട്ടിൽ 2 മാവുണ്ട്. 2 മാവിലും ഒരു മാങ്ങ പോലും പറിച്ചിട്ടില്ല. മൊത്തത്തിൽ വീഴലാണ്. കരിക്കാക്ക് ടൈം ഉണ്ടായിട്ടില്ല ഇപ്രാവശ്യം പറിക്കാൻ. എനിക്ക് നാട്ടിലുണ്ടായിട്ടുമില്ല. പിന്നെ പറിക്കാനാണെങ്കിൽ ആരും ഉണ്ടായിട്ടില്ല. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം മഴയും വന്നില്ലേ വേഗം. പിന്നെ മാങ്ങ പറിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പം മൊത്തത്തിൽ വീണിട്ട് ഇങ്ങനെ ചളിയാകുന്നുണ്ട്. എന്താ പറയുക മൊത്തത്തിൽ കാക്കിയും പക്ഷിയും എല്ലാം കൊത്തിയിട്ട് മുറ്റം മൊത്തത്തിൽ മോശമാകുന്നുണ്ട്. ഇനിയിപ്പം പറിച്ചിട്ടും കാര്യമില്ലല്ലോ, പുഴുവിൻ്റെ ശല്യം കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ല. അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ മഴ ആയിക്കഴിഞ്ഞാലില്ലേ ഡെയിലി ഈ ഒരു സിറ്റ് ഔട്ട് ഉണ്ടാവില്ലേ നമ്മൾ നാരിയെന്ന് പറയും, അത് കഴുകും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു പ്രാണി ഉണ്ടാവില്ല, ഒരു ഉറുമ്പ് പോലത്തെ സംഭവം. ലൈറ്റ് ഇടുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ചിറകെല്ലാം എന്താ പറയുക ചിറകഴിച്ചിട്ടിട്ട് പോകുന്നൊരു സംഭവമില്ലേ, നിങ്ങളെന്തായാലും പറയലെന്നറിയില്ല, അതുണ്ടാവും. അതുകൊണ്ട് തന്നെ ഡെയിലി കഴുകണം.
അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ കഴുകലാണ്. പിന്നെ ഇങ്ങനെ കഴുകിക്കഴിഞ്ഞാൽ ഈ വാതിലിൻ്റെ കട്ടിലെല്ലാം പോയിപ്പോവില്ലേന്ന് പറയലുണ്ട്. പോവായിരിക്കും. എന്താ പറയുക, എൻ്റെ വീട്ടിൽ ഉമ്മ എപ്പോഴും കഴുകലുണ്ട്, പക്ഷെ ഉമ്മാൻ്റെ ഇതുവരെ പോയിട്ടില്ല. വീട്ടിലത്തത് അങ്ങനെ മോശമായിട്ടില്ല. എനിക്കൊന്നും ചില മരങ്ങളായിരിക്കും വേഗം പോക്ക്, ചിലത് അങ്ങനെ പോകുമെന്ന് എനിക്ക് തോന്നില്ല. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പോയിരിക്കും, എനിക്കറിയില്ല കറക്റ്റ്. പിന്നെന്താ, നമ്മളിങ്ങനെ ശീലമായി ഇങ്ങനെ കഴുകിയിട്ട്, അതുകൊണ്ട് ഇങ്ങനെ കഴുകിക്കഴിഞ്ഞാൽ ഒരു സമാധാനം. പക്ഷേ നേരത്തെ മഴ വന്നുകൊണ്ട് തന്നെ നമ്മൾ ഗ്രാസ് കട്ടിങ്ങും കാര്യങ്ങളും ഒന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താ പറയുക, മുറ്റം ഭയങ്കര മോശമായിട്ടാണെന്നുള്ള. മഴയില്ലാത്ത സമയം നോക്കിയിട്ട് അങ്ങനെ ക്ലീനാക്കി എടുക്കലാണ്. ഇനിയിപ്പോൾ ഇതാ എന്താ പറയുക, നല്ല പൂച്ചനെ കണ്ടിട്ടില്ലേ, ഏച്ചിൻ്റെ പൂച്ചയാണ്. അപ്പോൾ പൂച്ചനെ കണ്ടിട്ട് ഞാനിങ്ങനെ നോക്കി നിൽക്കലാണ് കുറച്ച് സമയം. 3 പൂച്ച ഒരുപോലെ ഉണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് എന്താ പറയുക, പ്രകൃതിയും കാര്യങ്ങളും എല്ലാം നോക്കി നിന്ന് മാഷാ അല്ലാ എൻ്റെ പണികളെല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം വെള്ളമൊന്ന് എന്താ പറയുക, വെള്ളമൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് തുടച്ചെടുക്കും കേട്ടോ, മഫിൽ ഒന്ന് തുടച്ചെടുക്കും. കുട്ടികളെല്ലാം പോയി കേട്ടോ. കുട്ടികൾ പോയി കഴിഞ്ഞാലാണ് ഞാൻ ഈ ഒരു പണിയിലേക്ക് ഏർപ്പെടാം. കുട്ടികളെ ആച്ച് കഴിഞ്ഞാലില്ലേ ഞാൻ ഈ നാരി കഴുകിയിട്ട്, നമ്മൾ നാരി എന്ന് പറയും, ഇത് കഴുകിയിട്ടേ കയറും. പിന്നെ കളയെല്ലാം അടിച്ചു വാരാനുണ്ടെങ്കിൽ അങ്ങനെ അടിച്ചു വാരും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പുറത്തത്തെ പണി കഴിഞ്ഞിട്ടാണ് പിന്നെ ഉള്ളിലത്തെ ക്ലീനിങ് ചെയ്യുക. പിന്നെ രാവിലെ തന്നെ എണീച്ചപാടെ തന്നെ ബെഡും കാര്യങ്ങളെല്ലാം വിരിക്കുന്നതുകൊണ്ട് ആ പണിയൊന്നും ഉണ്ടാവില്ല. പിന്നെ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞ് കുട്ടികളെ അയച്ച് ഇങ്ങനെ മുറ്റം എന്തെങ്കിലും പണികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളിൽ ലാസ്റ്റ് തുടച്ച് എന്നിട്ട് കുളിച്ച് ഫ്രഷ് ആവും കേട്ടോ. ഇങ്ങനെ നനഞ്ഞ പണിയെല്ലാം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കുളിച്ച് ഫ്രഷ് ആവും. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ രാവിലെ തന്നെ ഒന്ന് കുളിച്ച് ഫ്രഷ് ആവലുണ്ട്. അങ്ങനെ മൊത്തം ക്ലീനിങ് ഉള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ ഈ പണികളെല്ലാം കഴിഞ്ഞിട്ടാണ് കുളിച്ച് ഫ്രഷായി. പിന്നെ ഇന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ല പോവാനുണ്ട്. പിന്നെന്താ, അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ തുടച്ചെടുക്കലാണ്. നമ്മൾ രാവിലെ ഒരു 4:30-5 മണിക്കെല്ലാം എണീച്ചാൽ തന്നെയല്ലേ കുട്ടികൾ പോകുന്ന സമയമാകുമ്പോഴേക്ക് ഫുൾ നമ്മൾ പണികൾ തീരുകയും ചെയ്യും, നമ്മളെല്ലാ കാര്യങ്ങളും നടക്കുകയും ചെയ്യും കേട്ടോ. മാഷാ അല്ലാ, അങ്ങനെ ട്രൈ ആക്കാത്തവർ ട്രൈ ആക്കി നോക്കാം. ഇൻഷാ അല്ലാ നിങ്ങൾ കുറേ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിനി തഹജ്ജുദിന് നേരത്തെ എണീക്കാനുള്ള ടിപ്സും കാര്യങ്ങളും എല്ലാം ഷെയർ ആക്കാൻ. അതിൻ്റെ തന്നെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുക കേട്ടോ. ഇതെല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഭയങ്കര ദീനിയൊന്നുമല്ല, എനിക്ക് എപ്പോഴും തഹജ്ജുദ് കിട്ടലൊന്നുമില്ല, പക്ഷേ അത് കിട്ടാൻ വേണ്ടിക്ക് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഇൻഷാ അല്ലാ ഞാൻ എന്തായാലും ഷെയർ ആക്കാം കേട്ടോ. അപ്പോൾ ഇതാ മൊത്തം ക്ലീൻ ആക്കിയിട്ടുണ്ട്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. വീട് വൃത്തിയായിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലായിരിക്കും. നമ്മൾ മടി പിടിച്ചിട്ട് കുറച്ച് കഴിയട്ടെ മാറ്റി വെക്കട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ മാറ്റി വെക്കലേ ഉണ്ടാവും. മഴക്കാലത്ത് പ്രത്യേകിച്ചും നല്ലോണം വൃത്തിയാക്കിയാലും വൃത്തി കാണാത്ത പോലത്തെ ഒരു ഫീലല്ലേ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എല്ലാ പണികളും തീർക്കണം, ഇല്ലയെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ തോന്നില്ല. ഇനിയിപ്പോൾ ഇതാ ഞാനില്ലേ ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്, അതിനെ ചിക്കൻ റോള് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. വൈകുന്നേരം എല്ലാവരും ഇവിടെ ഉണ്ടാവും. കാര്യം നമ്മളെല്ലാവരും ഒരുമിച്ചിട്ടാണ് പോകുന്നത്. എവിടെയാണ് പോകുന്നതെല്ലാം ഇൻഷാ അല്ലാ ഞാൻ അടുത്ത വ്ളോഗിലെല്ലാം അടുത്ത വ്ളോഗിലല്ല 2-3 വ്ളോഗെല്ലാം കഴിഞ്ഞിട്ട് ഷെയർ ആക്കാം കേട്ടോ. സംഭവം എന്താണെന്ന് പറയുന്ന സമയം ഞാൻ ഷെയർ ആക്കാം. അപ്പം എല്ലാവരും കൂടി പോകുന്നതാണ്. അപ്പോൾ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് എല്ലാവരും ചായ കുടിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം മസാലയാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവരും മീൻസ് എൻ്റെ ഉമ്മയും ഉപ്പയും അങ്ങനെ മക്കളും എല്ലാവരും ഒരുമിച്ചിട്ട് ഇവിടെ നിന്നായിരിക്കും ചായ കുടിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ പറയുക, ചിക്കൻ റോൾ ഉണ്ടാക്കാനുള്ള മസാല റെഡിയാക്കാമെന്ന്. ബീഫുണ്ട്, അപ്പം ബീഫ് കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, ഗരം മസാല പൗഡർ, കുറച്ച് സോയ സോസും കൂടി ഇട്ടിട്ട് ഒരു 4-5 വിസിൽ വരെ വേവിച്ചെടുക്കാം. എന്നിട്ട് ഇതാ ഒരു 5 തക്കാളി കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കലാണ്, കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട്. ബീഫ് ഞാൻ വേവിച്ചതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മസാല എല്ലാം റെഡിയാക്കാൻ എല്ലാവർക്കും അറിയുന്ന തന്നെയല്ല, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയുന്നില്ല. പിന്നെ ചിക്കൻ റോൾ ഒരു പ്രത്യേക ടേസ്റ്റല്ലേ കഴിക്കാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് മഴക്കാലത്തെല്ലാം വൈകുന്നേരം നല്ല ചൂട് ചായൻ്റെ കൂടെ എന്തെങ്കിലും ഒരു സ്നാക്കെല്ലാം കഴിക്കാൻ തോന്നൂലേ. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ എന്തെങ്കിലും സ്നാക്ക് റെഡിയാക്കിയിട്ട് എന്താ പറയുക ഫ്രീസ് ചെയ്ത് വെക്കാൻ ശ്രമിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഉള്ളിയൊന്ന് കുക്കായിട്ട് വന്നാലില്ലേ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു എന്താ പറയുക ഒരു 10 അല്ലി വെളുത്തുള്ളിയും 1.5 ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചി, പിന്നെന്താ 3-4 പച്ചമുളക്, എരിവിനനുസരിച്ച് പച്ചമുളക്. റോസ് സ്മെല്ലും മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ഉള്ളി നല്ലോണം കുക്കായിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല.
അപ്പോൾ ഇതാ റോസ് സ്മെല്ല് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ഒന്ന് വഴഞ്ഞ് വന്നാലില്ലേ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ റോസ് സ്മെല്ല് മാറുന്നത് വരെ വഴറ്റിയെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വേവിച്ചിട്ട് പൊടിച്ച് വെച്ച ബീഫും കൂടി ചേർത്ത് കൊടുക്കണം. കുട്ടികൾക്കും പാരൻസിനും ഉപകാരപ്പെടുന്ന ഒരു കാര്യം ഞാൻ ഷെയർ ആക്കാം. എന്നോട് അധികം പാരൻസിന് ചോദിക്കുന്നതാണ്, വലിയ ഫീസൊന്നും കൊടുത്തിട്ട് കുട്ടികളെ ട്യൂഷന് ചേർത്താൻ കഴിയുന്നില്ല, അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസില്ല, ഫീസ് വരുന്ന ഏതെങ്കിലും സ്ഥാപനത്തെ പറ്റി പരിചയപ്പെടുത്തുമെന്നല്ല. നമ്മൾ കുട്ടികളെ ഏതെങ്കിലും ഒരു ട്യൂഷനിൽ പഠിപ്പിച്ചാൽ പോരാന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ. നല്ല എക്സ്പീരിയൻസ് ഉള്ള നല്ല സ്ഥാപനത്തിൽ പഠിപ്പിക്കണം, നല്ല ടീച്ചേഴ്സ് ആയിരിക്കണം, അതുപോലെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസും ആയിരിക്കണം. ഇങ്ങനെയുള്ളൊരു സ്ഥാപനമാണ് കേട്ടോ ലേണിങ്. KG മുതൽ +2 വരെയുള്ള കുട്ടികൾക്കാണ് കേട്ടോ ഇവർ ക്ലാസ് കൊടുക്കുന്നത്. കുട്ടികൾക്ക് ഇൻഡിവിജ്വൽ ട്യൂഷനും, അതായത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിലാണ് ഇവർ ക്ലാസ് കൊടുക്കുന്നത്. ഇവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ ട്യൂഷൻ തന്നെയാണ് കേട്ടോ. ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിലാണ്. ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിലാവുമ്പോൾ ഓരോ കുട്ടിയും പഠന നിലവാരം മനസ്സിലാക്കിയിട്ട് നന്നായിട്ട് പഠിപ്പിക്കാൻ കഴിയും. ഇൻഡിവിജ്വൽ ട്യൂഷന് ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച അധ്യാപകരുടെ ക്ലാസ്സുകളാണ് കുട്ടികൾക്ക് ലഭിക്കുകയും ചെയ്യുക. ഇപ്പം ജോയിൻ ചെയ്യുന്നവർക്ക് 50% ഫീസിന് ഡിസ്കൗണ്ടും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവർ ഇന്ത്യയിൽ നിന്നും ഗൾഫിൽ നിന്നും നിരവധി കുട്ടികളാണ് ഇവരുടെ സ്ഥാപനത്തിൽ പഠിക്കുന്നത്. ഏത് രാജ്യത്തു നിന്നും ഏത് രാജ്യത്തുള്ള കുട്ടികൾക്കും ഇവിടെ അഡ്മിഷൻ എടുക്കാനും പറ്റും കേട്ടോ. ഇൻഡിവിജ്വൽ ക്ലാസ് വേണ്ടാന്നുണ്ടെങ്കിൽ ഗ്രൂപ്പായിട്ടും ഇവർ ക്ലാസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പരിചയ സമ്പന്നരായ അധ്യാപകരുടെ മേൽനോട്ടത്തിലായിരിക്കും കുട്ടികളുടെ ഓരോ ക്ലാസ് നടക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിലേ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിന്നെ കമൻറ്റിലും ഇവരുടെ ഡീറ്റെയിൽസ് പിൻ ചെയ്യുക. നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്തോ. കാര്യം ഒരുപാട് പാരൻസ് ഫീസ് കൂടുതലാണെന്ന് വിചാരിച്ചിട്ട് കുട്ടികളെ ഓൺലൈൻ ട്യൂഷനിൽ ചേർത്താണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഫീസാകുമ്പം നമുക്ക് നല്ലതല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്തോ. അതിനിടയിലേ ഞാൻ ബീഫിലേക്ക് ഗരം മസാല പൗഡർ, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉള്ളിലേക്ക് ബീഫ് പൊടിച്ച് വെച്ച ബീഫ്, മല്ലിയില, ചെറുനാരങ്ങ, ഉപ്പെല്ലാം ചേർത്തിട്ട് മസാല റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനിടയിൽ ഇക്കാൻ്റെ ഷോപ്പിലേക്ക് കൊടുക്കാനുള്ള ഫുഡും അപ്പുറം ഏച്ചിക്ക് കൊടുക്കാനുള്ള ഫുഡും എല്ലാം റെഡിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഏകദേശം കിച്ചണിലെ പണിയും എല്ലാം എൻ്റെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നമുക്ക് പോകണം. ഫുഡ് ഫ്രണ്ടിന് കൊടുത്തിട്ട് അങ്ങനെ നേരെ നമ്മൾ പോക്കാന്ന് കേട്ടോ. പിന്നെന്താ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ ഇക്കാൻ വാങ്ങി തന്ന ബ്ലൂ സൽവാർ ഞാൻ കാണിച്ചു തരാമെന്ന്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ വേഗം ഈ വീഡിയോയിൽ ഷെയർ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാനില്ലേ എന്ത് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാലും എല്ലാവരോടും ചോദിക്കും രസമുണ്ടോ അങ്ങനെ രസമുണ്ടോയെന്ന് ചോദിക്കലാണ്. അപ്പോൾ ഇതാ അതാണ് കേട്ടോ ഒക്കെ വാങ്ങി തന്ന ഒരു ബ്ലൂ സൽവാർ ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു കമ്മലും വളയെല്ലാം കാണിച്ചിട്ട് ബ്ലൂ സൽവാർ കാണിച്ചു തരാമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിനി. കഴിഞ്ഞ ഇത് വ്ളോഗ് കണ്ടവർക്ക് അറിയുണ്ടാവും. അതാണ്. ഇനിയിപ്പോൾ ഇതാ പോയിട്ട് വന്നിട്ട് വൈകുന്നേരം വന്നിട്ടാ ഈ ഒരു വീഡിയോ ഷെയർ ആക്കുന്നത്. 4:30 മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. വേഗം തന്നെ ചിക്കൻ റോളിലുള്ള മാവ് റെഡിയാക്കി എടുക്കലാണ്. 3 കപ്പ് മൈദ, 3 കപ്പ് വെള്ളം, 2 മുട്ട, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കലാണ്. 4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് 3 കപ്പ് മൈദക്ക്. ഇനിയിപ്പോൾ ഇത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കലാണ്. ഉമ്മ റെഡിയാക്കി എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ എനിക്ക് വീഡിയോ എടുക്കണം. എന്നിട്ട് ഉമ്മ പറഞ്ഞാൽ നീ എന്നെ ആക്കിക്കോന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ആക്കിയതാണ് കേട്ടോ. അത് കാര്യമില്ല, ഉമ്മക്ക് അറിയില്ല ഞാൻ ഷൂട്ട് ചെയ്തത്. ബീഫ് മസാല ഉണ്ടാക്കുന്നത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ലേ. അപ്പം ഞാൻ വേഗം വൈകുന്നേരം വന്നിട്ട് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഉമ്മ മസാല കണ്ടിട്ട് വേഗം കിച്ചണിലേക്ക് കയറിയിട്ട് റോൾ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ നിസ്കരിക്കാൻ കയറിയിട്ടുണ്ടായിനി, അസർ നിസ്കരിക്കാൻ കയറിയിട്ടുണ്ടായിനി. അതിനിടയിൽ ഉമ്മ മാവ് റെഡിയാക്കി എടുക്കുമ്പോൾ ഞാൻ ഉമ്മനോട് വാങ്ങിയിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എന്നോട് ചിക്കൻ റോളിൻ്റെ റെസിപ്പിക്ക് ചോദിച്ചിട്ടുണ്ടായിനി. ഇത് പെർഫെക്റ്റ് റെസിപ്പിയാണ് കേട്ടോ. 3 കപ്പ് മൈദ, 4 കപ്പ് വെള്ളം, 2 മുട്ട, കുറച്ച് ഉപ്പ് എല്ലാം കൂട്ടിയിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് പാന് ചൂടാക്കുക, മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ചെറിയ അപ്പം ചുട്ടെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ റോളെല്ലാം ചെയ്യാൻ എല്ലാവർക്കും അറിയുന്നില്ലേ, കുറച്ച് മൈദ കൊണ്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ അപ്പുറത്തുനിന്ന് ചുടുമ്പില്ലേ ഞാൻ സ്പീഡിൽ ഫില്ലിങ് ചെയ്തെടുക്കലാണ് കേട്ടോ. കാര്യമില്ലേ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാനൊരു മടിയായിരിക്കില്ലേ. പക്ഷേ വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചതാണ്. എന്നാൽ ഈ ഒരു വീഡിയോ എനിക്ക് പൂർത്തിയാക്കണമെന്നുണ്ടായി. കാര്യം ചിക്കൻ റോളിൻ്റെ മസാല റെഡിയാക്കുന്നത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് പോകും മുന്നേ. അപ്പോൾ വന്നിട്ട് ചിക്കൻ്റെ റോൾ ചെയ്യുന്നതെല്ലാം കാണിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇതാ ഞാൻ സ്പീഡിൽ കാണിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നില്ല, എനിക്കും അറിയുന്നതന്നെയല്ലേ, എന്നാലും കറക്റ്റ് അളവ് പറഞ്ഞതെന്ന് മാത്രം. മുട്ട കുറച്ച് പാലാണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മൈദയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട്
ബ്രെഡ് ക്രംസിൽ ആ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ റോളിൽ ഇത് കുറച്ചും കൂടി നേരിയ രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. ഫില്ലിങ് കുറച്ചിട്ട് ഞാൻ ഫില്ലിങ് കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കലുണ്ട്. ഫില്ലിങ് കുറച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ തടി ഉണ്ടാവില്ലേ അത് കുറഞ്ഞ് കിട്ടും കേട്ടോ. ഇപ്പം ചൂടായ പാനിൽ കുറച്ച് എന്താ പറയുക ഓയിൽ നല്ലോണം ചൂടാക്കുക, എന്നിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഇതിപ്പം ചായക്ക് അപ്പുറം ഉപ്പിയും എല്ലാവരും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ സ്പീഡിൽ ഞാൻ ചെയ്തെടുക്കലാണ്. കുക്കാക്കാന്നുണ്ടെങ്കിൽ പുറത്ത് പോകാനുണ്ട്, അപ്പോൾ ചായ വേഗം ആക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ സ്പീഡിൽ എന്തായാലും എനിക്ക് ഷൂട്ട് ചെയ്തേ പറ്റുമെന്ന് ചോദിച്ചിട്ട്, കാര്യം എനിക്കൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കണം. ആദ്യം ഞാൻ മസാല ഉണ്ടാക്കുന്ന കാണിച്ചുകൊണ്ട് തന്നെ വേഗം ഞാൻ എന്താ പറയുക സ്പീഡിൽ ഉമ്മാനോട് വേഗം ഇതെല്ലാം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്പീഡിൽ ചെയ്തെടുക്കുന്നതാണ്. ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടൊന്നും ഉണ്ടാവില്ല, എന്നാലും പെർഫെക്റ്റായിട്ട് നമുക്ക് മെല്ലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഒരു ഭാഗം കുക്കായിട്ട് വന്നു കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക, ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. എണ്ണ ഒന്നും കുടിക്കില്ല. എണ്ണ കുടിക്കാണ്ടിരിക്കാൻ വേണ്ടിക്ക്, തീരെ കുടിക്കാണ്ടിരിക്കാൻ വേണ്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം മുട്ടയിൽ മുക്കിയ ശേഷിയില്ലേ ഒന്ന് കോൺഫ്ലോറിലും കൂടി ഒന്ന് പൊടിയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ ആദ്യം കോൺഫ്ലോറിലൊന്ന് ഡിപ്പ് ചെയ്തിട്ടില്ലേ മുട്ടയിൽ മുക്കി കൊടുക്കുക, എന്നിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരുപാട് ചിക്കൻ്റെ സ്നാക്സിൻ്റെ റെസിപ്പീസ് എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഇർഫാന ഷംഷീർ സ്നാക്സ് റെസിപ്പീസ് എന്നെല്ലാം ടൈപ്പ് ചെയ്തതിനാൽ കിട്ടും. അപ്പോൾ ഇതാ ഞാൻ വേഗം അവർക്കുള്ള ഐറ്റംസും ചായയും കാര്യങ്ങളെല്ലാം കൊടുത്ത് അവർ പോയ ശേഷമൊന്ന് പിന്നെ ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ. ഇനിയിപ്പോൾ ഞാനും ഉമ്മയും മക്കളും കൂടിയിട്ട് ചായ കുടിക്കലാണ്. ചായ ഒന്ന് അടിച്ചെടുക്കണം. പിന്നെ എന്താ പറയുക വീഡിയോ എടുത്തുകൊണ്ട് തന്നെ ചായ എപ്പോഴും അടിച്ചിട്ട് നല്ല പതച്ചിട്ട് കഴിക്കാനല്ലേ ടേസ്റ്റ്. ഇതിപ്പം തിരക്കായതുകൊണ്ട് പിന്നെ അടിക്കാനൊന്നും നിന്നിട്ടില്ല. അങ്ങനെ ഇപ്പോൾ ഇതാ ഞാനും മീൻ കൂട്ടിയിട്ട് ചായ എല്ലാം കുടിക്കലാണ്. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ വർക്ക് ഏരിയൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം കാണിക്കാമെന്ന്. വർക്കിപ്പോൾ ഏകദേശം ഫുൾ ഫിനിഷായി. ഇനിയിപ്പം പൈപ്പും അടുപ്പും കൂടി വെക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം വർക്കെല്ലാം ഫിനിഷായി. പിന്നെ കുറച്ച് ലൈറ്റിങ്ങിൻ്റെ പണിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഏകദേശം ഈ എന്താ പറയുക ഇപ്പം വർക്ക് എന്താ നടക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ആദ്യം ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. അവർ വന്നിട്ടുണ്ട്. എൻ്റെ ഉള്ളിലുള്ള കിച്ചൺ ചെയ്തത് എയർറൂം ഇൻറ്റീരിയേഴ്സ് ആണ്. അവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ വർക്കും ചെയ്യുന്നത് അവർ തന്നെയാണ് കേട്ടോ. പിന്നെ ഇതാ അവിടെ ഇല്ലേ കവർ ചെയ്യാൻ വേണ്ടിക്ക് നമ്മൾ ഗ്ലാസ് വെച്ചിട്ട് കവർ ചെയ്യുന്നുണ്ട്. ആ ഒരു ബാക്കിയില്ലേ ഗ്ലാസ് വെച്ച് കവർ ചെയ്യുന്നുണ്ട്. രാത്രി വരെ അവരെ പണി ഉണ്ടായിട്ടുണ്ട് അതിന്. ഇപ്പോൾ ഇതുപോലൊന്നുമല്ല, ഫുൾ വർക്ക് ഫിനിഷായി. പിന്നെന്താ ഞാൻ പിറ്റേ ദിവസം അവർ വന്ന ഭാഗങ്ങളും കൂടി ഞാൻ നിങ്ങൾക്ക് ഷെയർ ആക്കാം കേട്ടോ. ഇൻഷാ അല്ലാഹ് വർക്ക് പൂർത്തിയായ കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വരുന്ന വ്ളോഗിലെല്ലാം ഷെയർ ആക്കാം. അപ്പോൾ അവിടെ നമ്മൾ ആ ഒരു ഗ്ലാസ്സാണ് കേട്ടോ വെച്ചിട്ടുണ്ടതിന്. ഇപ്പം കാണാം മാഷാ അല്ലാഹ് അടിപൊളി നല്ല ഭംഗിയുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അടുത്ത വ്ളോഗിലോ അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത വ്ളോഗ്സിലെല്ലാം ആയിട്ട് ഷെയർ ആക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ.